വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിക്കായി തെരച്ചിൽ തുടരുന്നു. വെള്ളമുണ്ട പഞ്ചായത്തിലെ പാലിയാണ, കരിങ്ങാരി പ്രദേശങ്ങളിൽ ഇന്ന് പലയിടത്തും കരടിയെ കണ്ടു. കരിങ്ങാരിയിൽ അല്പസമയം മുൻപ് കരടി നെൽവയൽ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. മുന്നിന്ന് മാറേ, ആളുകളുടെ മുന്നിന്ന് മാറേ. മുന്നിന്ന് മാറേ, ആളുകളുടെ മുന്നിന്ന് മാറേ. കമലുണ്ട് വിവരങ്ങളുമായി. കമൽ, ഈ വെള്ളമുണ്ട എന്ന് പറയുന്നത് പൂർണ്ണമായും ജനവാസ മേഖലയാണ്. ഈ 6 മണി കഴിഞ്ഞിരിക്കുന്ന സമയം. ഇനി രക്ഷാപ്രവർത്തനം, അതായത് ഈ കരടിയെ കണ്ടുപിടിച്ച് മയക്കുവെടി വെക്കുക, അത് പ്രയാസകരമാണ്. RRT സംഘമൊക്കെ എന്താണ് പറയുന്നത്? അക്ഷയ, വനംവകുപ്പിന്റെ മുഴുവൻ സംഘവും ഇപ്പോഴും ഈ കരടിയുടെ പിന്നാലെയാണുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ആ തുരുത്തിലാണ് ഉച്ച മുതൽ കരടി ഉണ്ടായിരുന്നത്. ഇന്നലെ മുതൽ ഈ പാലയാണ കരിങ്ങാരി മേഖലയിൽ കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പല ഭാഗത്തും കരടിയെ കണ്ടു. അവിടെ നിന്നൊക്കെ ഓടിച്ചു കൊണ്ടുവന്നാണ് ഈ തുരുത്തിലേക്ക് കരടിയെ കയറ്റിയത്. അവിടെ നിന്ന് കരടി ഇറങ്ങി ഓടുന്ന അല്പം മുമ്പ് ഏതാണ്ട് ഒരു 5:30 ലഭിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കരടി 5:30 അവിടെ നിന്ന് ഇറങ്ങി ഓടി നെൽപ്പാടം മുറിച്ചു കടന്ന മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു തീറ്റപ്പുൽ കൃഷിയിടത്തിലേക്ക് കയറുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും RRT സംഘം, 2 DFOമാരുടെ നേതൃത്വത്തിലുള്ള വനപാലകർ, വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം കരടിയുടെ പിന്നാലെയുണ്ട്. ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. കരടിയെ ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം വൈകുന്തോറും പ്രശ്നമാണ്. ഒരു 6:30 ഇരുട്ട് വീഴും. അതിനുശേഷം കരടിയെ കണ്ടെത്തുക ദുഷ്കരമാകും. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഏത് വിധേയനെയും പിടികൂടാനുള്ള ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത്. 45 മണിക്കൂറിലധികമായി കരടി ജനവാസ മേഖലയിലുണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ട് 20-25 കിലോമീറ്റർ അകലെ കുറുവദ്വീപിന് സമീപത്തെ വനമേഖലയിൽ നിന്നാണ് കരടി പുറത്തിറങ്ങിയതെന്നാണ് അനുമാനം. ആ ഭാഗത്ത് പയ്യമ്പള്ളി എന്ന സ്ഥലത്താണ് ജനവാസ മേഖലയിൽ ആദ്യം കരടിയുടെ ഒരു CCTV ദൃശ്യം ലഭിക്കുന്നത്. നമ്മൾ 2-3 ദിവസം മുമ്പ് നൽകിയിരുന്നു. ഒരു ഗേറ്റിനടുത്തുകൂടി കരടി നടന്നു പോകുന്ന ദൃശ്യം. അതിനുശേഷം അവിടെ നിന്ന് മാനന്തവാടി നഗരസഭയിൽ, മാനന്തവാടി ടൗണിന് വളരെ അടുത്തുള്ള വള്ളിയൂർക്കാവ് ഭാഗത്ത് പലയിടത്തും കരടിയെ കണ്ടു. തൊട്ടടുത്ത ദിവസം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി എടവക പഞ്ചായത്തിലെ തോണിച്ചാൽ മേഖലയിലായിരുന്നു കരടിയുടെ സാന്നിധ്യം. ഇന്നലെ രാത്രിയാണ് ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ പീച്ചങ്കോട് എന്ന സ്ഥലത്ത് കരടിയെ കണ്ടു എന്ന് പറയുന്നത്. അവിടെ ഒരു വീടിന്റെ അടുക്കളയിൽ കയറിയ കരടി വെളിച്ചെണ്ണ കുപ്പിയെടുത്ത് പുറത്തിറങ്ങി. വീട്ടുകാർ ശബ്ദം കേട്ട് വരുമ്പോൾ, ഈ വയനാട്ടിലെ കാലാവസ്ഥയിൽ വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കും, അത് ദ്രാവക രൂപത്തിലായിരിക്കില്ല. ഈ വെളിച്ചെണ്ണ പുറത്ത് കിട്ടാത്തത് കൊണ്ട് തന്നെ കരടി കുപ്പി കല്ലിലടിക്കുന്ന കാഴ്ചയാണ് ഈ വീട്ടുകാർ കണ്ടത്. അങ്ങനെ ബഹളം വെച്ചപ്പോൾ കരടി കുപ്പിയിട്ട് ഓടിമറയുകയായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയോടെ ഇവിടെ അടുത്ത് ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ, കൊമ്മയാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ അടുക്കള വാതിൽ പൊളിച്ചകത്ത് കയറിയ കരടി വെളിച്ചെണ്ണയും അതുപോലെ പഞ്ചസാരയും ഭക്ഷിച്ചു എന്നാണ് പള്ളി അധികൃതർ പറയുന്നത്. അവർ കണ്ടില്ല, പക്ഷേ അവിടെ കരടിയുടെ കാൽപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഇന്ന് പകൽ സമയത്ത് ഈ പാലിയാണ ഈ ഭാഗങ്ങളിലൊക്കെ കരടിയുടെ സാന്നിധ്യം ഉണ്ടായത്. രാവിലെ മുതൽ തന്നെ വനംവകുപ്പിന്റെ RRT സംഘം അടക്കം കരടിയെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ഉച്ചയോടെ ഈ തുരുത്തിലേക്ക് ഓടിച്ച് കയറ്റുകയായിരുന്നു. അവിടെ നിന്നാണ് അല്പസമയം മുമ്പ് കരടി മറ്റൊരിടത്തേക്ക് ഓടിക്കയറിയിരിക്കുന്നത്. വയൽ ക്രോസ് ചെയ്ത മറ്റൊരു പറമ്പിലേക്ക് ഓടിക്കയറിയിരിക്കുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പല പ്രതികരണങ്ങളും, അവിടെയുള്ള പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് കേൾക്കാം. എനിക്ക് ഇന്നലെ രാത്രി 12 മണിക്കാണ് പീച്ചങ്കോട് കോൾ വന്നത്. കരടി ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഉദ്യോഗസ്ഥരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരെയും കൂടി അവിടെ എത്തിച്ച് രാത്രിയത്തുള്ള ഏകോപനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും അത് നേരെ നമ്മളുടെ എൻ്റെ വാർഡായ പാലാണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കമൽ, കുറേ അധികം ആളുകൾ ഈ കരടിയെ സ്പോട്ട് ചെയ്ത ഈ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രദേശവാസികളൊക്കെ എന്താണ് പറയുന്നത്? അതോടൊപ്പം തന്നെ ഈ മയക്കുവെടി വെക്കാനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഉണ്ടോ? പുഴ കടന്നു.
ഇപ്പോൾ വീണ്ടും മറ്റൊരിടത്തേക്ക് കരടി മാറിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ആളുകൾ നമ്മളോട് പറയുന്നത്. നേരത്തെ നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടത് ഒരു തീറ്റപ്പുൽ കൃഷിയിടത്തിലേക്ക് പോകുന്നതാണ്. അവിടെ നിന്നും കരടി ഓടി മാറിയിരിക്കുന്നു മറ്റൊരിടത്തേക്ക്. അതുകൊണ്ട് തന്നെ കണ്ടെത്തൽ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ കരടിയെ കണ്ടെത്തുകയോ മയക്കുവെടിവെക്കുകയോ ചെയ്യുന്നത് എല്ലാം ദുഷ്കരമാകും. കാരണം ജനവാസ മേഖലയാണെങ്കിൽ കൂടി വലിയ രീതിയിൽ കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്, കൃഷിയിടങ്ങളുണ്ട്. പാടത്താണെങ്കിൽ പോലും കൊയ്യാത്ത പാടങ്ങളുണ്ട്. അതിനടുത്ത് തീറ്റപ്പുൽ കൃഷിയിടമുണ്ട്. തീറ്റപ്പുല്ലിനിടയിലേക്ക് കരടി മറിഞ്ഞിരുന്നാൽ കണ്ടെത്തുക എളുപ്പമല്ല. അതുപോലെ മറ്റ് കരഭൂമിയിലാണെങ്കിലും കാപ്പിത്തോട്ടങ്ങളും മറ്റ് കൃഷികളൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ മറിഞ്ഞിരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ കരടിയെ കണ്ടെത്തുക എളുപ്പമാകില്ല. എന്തായാലും വനംവകുപ്പ് ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള RRT സംഘമുണ്ട്, വെറ്ററിനറി സർജനുണ്ട്, നോർത്ത് സൗത്ത് വയനാട് ഡിവിഷനുകളുടെ DFOമാർ 2 പേരും സംഘത്തോടൊപ്പമുണ്ട്. അവരെല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കരടിയെ ഓടിച്ച് വനത്തിലേക്ക് കയറ്റാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. കാരണം പരിസരത്തൊന്നും വനമേഖലയില്ല. ഒരു 8 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചാലാണ് ബാണാസുര സാഗർ ഡാമിനടുത്തോ അല്ലെങ്കിൽ വെള്ളമുണ്ട ഭാഗത്തോ കാട്ടിലേക്ക് എത്താൻ കഴിയുക. അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് കരടിയെ ഓടിച്ച് കയറ്റുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. ഏതെങ്കിലും രീതിയിൽ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന് മുന്നിലുള്ള ഒരു ഓപ്ഷൻ. പക്ഷേ അത് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. കാരണം അങ്ങനെ പിന്തുടരുമ്പോഴൊന്നും മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഒത്തുകിട്ടിയിട്ടില്ല ഇതുവരെ. ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വന്യജീവികളുമായി ഇടപഴകിയോ ഇത്തരം സാഹചര്യങ്ങൾ നേരിട്ടോ ഒരു പരിചയവുമില്ലാത്ത ഒരു പ്രദേശമാണ്. വന്യജീവികൾ നാട്ടിലിറങ്ങുന്ന ഒരു പ്രദേശമല്ല. അപൂർവമായി കാട്ടുപന്നിയോ അല്ലെങ്കിൽ കുരങ്ങോ അത്തരം വന്യമൃഗങ്ങളല്ലാതെ ഇത്തരം മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന ഒരു വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമൊന്നുമല്ല. പൂർണ്ണമായും ജനവാസ മേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ വർഷം പുതുശ്ശേരി എന്ന സ്ഥലത്ത് ഒരു കർഷകനെ കടുവ കൊന്ന സംഭവം ഉണ്ടായിരുന്നു. ആ കടുവ 2 ദിവസങ്ങൾക്ക് ശേഷം ഈ വഴിയിലൂടെ സഞ്ചരിച്ച് ഇവിടെയൊക്കെ ആളുകൾ കണ്ടിരുന്നു. കുപ്പാടിത്തറ എന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു ജനവാസ മേഖലയിൽ വെച്ച് മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. ആ സംഭവം മാത്രമാണ് ഇതിനു മുമ്പ് ഈ മേഖലയിൽ ഒരു വന്യജീവി സാന്നിധ്യം അടുത്ത കാലത്ത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് ഭീതിയുണ്ട്. അവർക്ക് ഇത്തരം സാഹചര്യങ്ങൾ നേരിട്ട് പരിചയമില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ആളുകൾ പൂർണ്ണമായും വനംവകുപ്പിനോട് സഹകരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ നാട്ടുകാർ വനംവകുപ്പിനോടൊപ്പമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്. വെള്ളമുണ്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിലാണ് ഈ കരടിയുടെ സാന്നിധ്യം ഇപ്പോഴുള്ളത്. അവരും മെമ്പർമാരും ഒക്കെ ഉണ്ട്. ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം എന്തായാലും വനംവകുപ്പിന് ഇവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യുമെന്ന ഒരു ആശങ്കയുണ്ട്. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ശരി, നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും രാവിലെ ജനങ്ങൾ പുറത്തു പോകുന്നതും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നതും സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കമുള്ള ഒരു സമയത്തായതുകൊണ്ട് തന്നെ ജനങ്ങൾ തന്നെ ഒരു ഭീതിയിലാണ്. കരടിയാണെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം എന്തായാലും ജനങ്ങൾക്കൊരു ഭീഷണിയായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കരടിയാണെങ്കിൽ തന്നെ അവർക്ക് ഒരു പേടിജനകമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ തോട്ടങ്ങളിൽ കൂടെ വരുമ്പോൾ തന്നെ ആളുകൾ ഇതിനെ കണ്ട് പേടിച്ച് ഉരുണ്ട് വീണ് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒപ്പം തന്നെ രാവിലെ 9-10 മണിയാകുമ്പോഴേക്കും തന്നെ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരെല്ലാം എത്തി. കമല, ഈ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഈ പകൽ സമയത്തൊക്കെ കരടിയെ കാണുന്നത് വലിയ ആശങ്കയാണ്. ഇതുവരെ വീടുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ആശ്വാസകരം. പക്ഷേ ആശങ്കയിലാണ് പ്രദേശവാസികൾ. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ അധികൃതർ നൽകിയിട്ടുള്ളത് കമൽ? ജനങ്ങളോട് പരമാവധി വീടുകളിൽ തന്നെ തുടരാൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രി സമയത്ത് ജാഗ്രതാ നിർദ്ദേശം കർശനമായി നൽകിയിട്ടുണ്ട്. കാരണം വീടിന് പരിസരത്തൊക്കെ കരടി എത്തുന്നുണ്ട്. ഈ കരടിയുടെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ, തുറന്നു കിടക്കുന്ന കെട്ടിടങ്ങളിലൊക്കെ കരടി കയറിയിരിക്കുന്ന മറ്റു വന്യജീവികളിൽ നിന്ന് വ്യത്യസ്തമായി കെട്ടിടങ്ങളുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾ ഉണ്ട്. ഭക്ഷണത്തിന്റെ ഒരു സാന്നിധ്യം മനസ്സിലായാൽ വാതിൽ പൊളിച്ചടക്കം ഒരുപക്ഷെ കരടി കെട്ടിടത്തിന്റെ ഉള്ളിലേക്കൊക്കെ കയറും. എന്തായാലും അങ്ങനെ മറ്റൊരു രീതിയിൽ ആക്രമണ സ്വഭാവമോ അല്ലെങ്കിൽ മനുഷ്യനെ നേരെ ചാടുന്ന ഒരു സംഭവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ 45 മണിക്കൂറായി ജനവാസ മേഖലയിൽ ഉണ്ട്. പക്ഷേ എങ്കിലും ആളുകളെ സംബന്ധിച്ച ഭീതി തന്നെയാണ്. വനംവകുപ്പ് കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആളുകളെല്ലാവരും കഴിയുന്നതും വീട്ടിൽ തന്നെ തുടരണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ച് പരിചയമുള്ള ഒരു മേഖലയല്ല. അങ്ങനെ അത്തരത്തിൽ വന്യജീവികൾ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു വനപ്രദേശമൊന്നുമല്ല. പൂർണ്ണമായും ജനവാസ മേഖലയാണ്. ഏതാണ്ട് 10-20
കിലോമീറ്റർ അകലെയൊക്കെയാണ് വനപ്രദേശമുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ സിറ്റുവേഷൻ നേരിട്ട് മുൻപരിചയമൊന്നുമില്ല. പക്ഷേ ജനങ്ങൾ പൂർണ്ണമായും വനംവകുപ്പിനോട് സഹകരിച്ചാണ് പെരുമാറുന്നത്. മറ്റൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ തിരച്ചിലിനും മറ്റു കാര്യങ്ങൾക്കും സഹകരിക്കുന്നുണ്ട്. എന്തായാലും നേരം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയുണ്ട്. ഇനി എങ്ങനെ ഈ കരടിയെ കണ്ടെത്താൻ കഴിയും, ഇരുട്ട് വീണ് കഴിഞ്ഞാൽ എന്നത് ഒരു ആശങ്കയായി തുടരുന്നു. എന്തായാലും ഇപ്പോഴും തിരച്ചിൽ പ്രദേശത്ത് തുടരുക തന്നെയാണ്. ശരി, എന്തായാലും ഇപ്പോഴും കരടിക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പലയിടങ്ങളിലും പ്രത്യേകിച്ച് വീടുകളിൽ പൂർണ്ണമായും ഈ വെള്ളമുണ്ടാന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ആശങ്ക ഇത്രയും കൂടുതൽ. എന്തായാലും RRT സംഘമൊക്കെ അവിടെ ഉണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത് പോലെ വെളിച്ചം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് രാത്രിയാകുന്ന ഒരു സമയത്ത് മയക്കുവെടി വെച്ച് ഈ കരടിയെ പിടികൂടുക അത് പ്രയാസകരമായ ദുഷ്കരമായ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കരടി പോയ വഴിക്ക് തന്നെ RRT സംഘവും പിന്നാലെ പുറപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കരടിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആളുകളോട് പറയാനുള്ളത് കഴിവതും പരമാവധി വീടുകളിൽ തന്നെ തങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.